എനിക്ക് പറഞ്ഞു തന്ന മൂലേര് പറഞ്ഞതാ ഞാൻ പറയുന്നത്. അപ്പൊ അദ്ദേഹം ഇടക്കിടക്ക് വണ്ടൂര് വരുന്ന ആള്, ഇഷ്കാര് ചോദിക്കാനും പല വിഷയങ്ങളും. മൂപ്പർക്കും തന്നെ പറഞ്ഞ മാതിരി ഉസ്താദിന്റെ ഉസ്താദ് എന്തൊക്കെയാണ് താജുലുലമ. അപ്പൊ ഒരിക്കലും മൂപ്പര് വന്നപ്പോ, പള്ളിക്കുന്ന് പള്ളിയിൽ വന്നപ്പോ, അന്ന് താജുലുലമ പള്ളിയിലുണ്ട്. താജുലുലമ അവിടെ ഇരിക്കുമ്പോ ഇപ്പുറത്തിരുന്നിട്ട് ഒരു ചെറിയ ഇപ്പൊ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ചെക്കൻ, വലിയൊരു ചെക്കനുണ്ട്, വലിയ കിതാബുകൾ ഇങ്ങനെ ചൊല്ലിക്കൊടുക്കും. അത് താജുലുലമ ശരിക്കും കേൾക്കും. കേൾക്കത്തക്ക വിധത്തിൽ ഒരു ചെറുപ്പക്കാരൻ ഇരുന്നിട്ട് ഇങ്ങനെ ചൊല്ലിക്കൊടുക്കുന്നുണ്ട്. കുറെ തിൽമീദന്മാരുണ്ട് മുന്നിൽ. അപ്പോ ഞാൻ അവിടെ ഉള്ള ഒരാളോട് ചോദിച്ചു, ആ കിതാബ് ദർസ് നടത്തണ ആ കുട്ടി ആരാന്ന് ചോദിച്ചു. അപ്പോ മൂപ്പര് പറഞ്ഞു, മൂപ്പരാണ് ഈ നുസ്രത്തിലൊക്കെ എഴുതലില്ലേ, നജീബ മമ്പാട് എന്ന് പറഞ്ഞിട്ടൊരാള്, ആ കുട്ടിയാണത്. ഓ, അപ്പൊ മൂപ്പര് അതിന് മാർക്ക്. മൂപ്പര് നല്ല മൂലരാണ്. എന്നോട് പറഞ്ഞ ഈ റാവി താജുലുലമ അവിടെ ഇരിക്കുമ്പോ ഇപ്പുറത്തിരുന്ന് ദർസ് നടത്തണമെങ്കിൽ രണ്ട് കൂട്ടർക്കേ കഴിയും. ഒന്നുകിൽ പെരും പൊട്ടൻ, കുട്ടികൾ പാമ്പിനെ തല്ലാൻ പോകുന്നറിയില്ല, ഇതിന്റെ കതിറും മിക്കതാറും അറിയാത്ത ഒരു ചങ്ങായി ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ മൂപ്പരാരാന്ന് അറിയാതെ ഇങ്ങനെ ഉറക്കനെങ്ങനെ ശരി അടിച്ചുകൂടൻ. ഒന്നുകിൽ കരിം പൊട്ടൻ, അല്ലെങ്കിൽ തങ്ങളെ നന്നായിട്ട് തിരിയുന്ന ആൾ. ഒരു പൊട്ടനെ പിടിച്ചിട്ട് അതും മൂപ്പരുടെ ഇമാരത്തിൽ നടക്കുന്ന ഒരു സ്ഥാപനത്തില് മൂപ്പര് ചൊല്ലിക്കൊടുക്കാനാക്കൂ? ഇയാളെ കഥയെ കൂട്ടി പറയും. അപ്പോ ഞാൻ അധികം പറയുന്നില്ല. അപ്പൊ ഈ സുഹൃബത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇബ്നു ഖൽദൂൻ പറഞ്ഞതാ മുഖദ്ദിമയിൽ.